മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം ചിക്കനാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഞാനൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ യോഗട്ട്, ഒരു മുറി നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ചിക്കനും മസാലയും നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ നല്ല അതിൻ്റെ മസാലകളൊക്കെ ഉണ്ടാവുമല്ലോ. ലാസ്റ്റ് ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല, അടിയിൽ മസാല ഉണ്ടായിട്ട്. പക്ഷേ ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ എണ്ണയിൽ ഒട്ടും മസാല ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചിക്കൻ മുഴുവനായി തന്നെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ എണ്ണ കണ്ടില്ലേ, എണ്ണയിൽ ഒരു മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അതേപോലത്തെ എണ്ണ തന്നെ കിട്ടിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്കൊക്കെ തോന്നാറില്ലേ, ഒരു ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിരിയാണി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കൊതി വരാറുണ്ട്. ഇപ്പം നല്ല മഴയാണ്. അപ്പം നല്ല മഴയൊക്കെ ആണെങ്കിൽ, നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ചിലപ്പോൾ ഒരു ചിക്കൻ പൊരിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കും മനസ്സിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവർ മസാലകളൊന്നും ആവശ്യമല്ല. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതങ്ങനെ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അടിപൊളി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.